ഒരു അഭ്യർത്ഥനയാണ്. അതിപ്പോ വെള്ളാപ്പള്ളി നടേശനോടും ജഡ്ജി അഭ്യർത്ഥിക്കരുത്, ആജ്ഞാപിക്കൂ. നടേശനോടും ജി സുകുമാരൻ നായരോടും ഇനി ഏതെങ്കിലും ബിഷപ്പുമാരുണ്ടെങ്കിൽ അവരോടും ഏതെങ്കിലും മുസ്ലിം സമുദായ നേതാക്കളുണ്ടെങ്കിൽ അവരോടും എല്ലാവരോടും ചേർന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. പക്ഷെ ഇതിൽ പകർച്ചവാദി മറ്റേ സനാതനക്കാർ വന്നില്ലല്ലോ, അവരടുത്തൊന്നും പറയാല്ലേ, അവരടുത്തൊന്നും അഭ്യർത്ഥിക്കാനില്ല. ഒരു അഭ്യർത്ഥനയാണ്. അതിപ്പോ വെള്ളാപ്പള്ളി നടേശനോടും ജി സുകുമാരൻ നായരോടും ഇനി ഏതെങ്കിലും ബിഷപ്പുമാരുണ്ടെങ്കിൽ അവരോടും ഏതെങ്കിലും മുസ്ലിം സമുദായ നേതാക്കളുണ്ടെങ്കിൽ കരീപ്പിക്കല്ലേ ചേട്ടാ, കരീപ്പിക്കല്ലേ. പലരോടും പറഞ്ഞ് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന ഒരു കേരളമുണ്ടല്ലോ, ആ കേരളത്തെ കുറച്ചെങ്കിലും ബാക്കി അത് ഞാൻ നിൽക്കും പറയാനുള്ളൂ. കേരളത്തെ കുറച്ചെങ്കിലും ഇനി ബാക്കി വെക്കണം. മൂത്ത സജി ചെറിയാന്മാർക്ക് തോന്നുമ്പോൾ പേരിൽ ജാതിയും മതവും കാണുന്നവർക്ക് വേണ്ടി പൂർണ്ണമായും അങ്ങ് വിട്ടുകൊടുക്കും. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. ഈ ചാനൽ മത്സരത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അടിമത്തം എല്ലാം വെച്ച് എല്ലാ തരത്തിലുള്ള മതവും ജാതിയും രാഷ്ട്രീയവും സംസ്ഥാനവും തെരഞ്ഞെടുത്ത് കുത്തിത്തിരിച്ച് അന്ത്യചർച്ച നടത്തി തമ്മിലട്ടിപ്പിച്ച് ചോര കുടിക്കുന്ന ഈ ഒരു മാധ്യമധർമ്മമില്ലാത്ത ചില മാധ്യമങ്ങളുടെയെങ്കിലും തെറ്റ് തിരുത്താൻ നിങ്ങളുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് കേരളത്തെ രക്ഷിക്കാൻ ബാക്കി വെക്കാൻ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ, അത് നിങ്ങൾ ജീവിക്കുന്ന കേരളത്തിലാണോ ഞങ്ങൾ ജീവിക്കുന്ന എനിക്കറിയില്ല, എല്ലാം അങ്ങേരുടെ വ്യത്യസ്തമായതുകൊണ്ടാണ് കേട്ടോ. അല്ല, ആ കേരളത്തിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും അഭ്യർത്ഥിക്കുകയാണ്, കുറച്ചെങ്കിലും നമുക്ക് മാധ്യമതന്ത്രം വേണം. നമ്മൾ എല്ലാ മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തമ്മിലട്ടിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്ത്യചർച്ചകൾ വെച്ച് ആളുകളെ ദിനം പ്രതി മതവും ജാതിയും രാഷ്ട്രീയവും നോക്കിയെടുത്ത് ചർച്ച വെച്ച് ഒരു പ്രത്യേകതരം അജണ്ട ഉള്ളിലോട്ട് വെച്ച് ഈ ഒരു തരത്തിലുള്ള വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മത ധ്രുവീകരണത്തിൻ്റെ പേരിൽ ജാതിയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കാൻ ഒരു പങ്ക് വഹിച്ചത് എന്ന് കേരളം ഓർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.